അമേരിക്ക ഏർപ്പെടുത്തിയ 50% ടാരിഫിൻ്റെ ഇന്ന് അല്ലെങ്കിൽ നാളെ മുതൽ നിലവിൽ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. ഒരർത്ഥത്തിൽ ഇന്ത്യയോടുള്ള ഒരു ടാരിഫ് വാർ എന്നുള്ള തരത്തിലാണ് ഞാനതിനെ കാണുന്നത്. നമ്മളെ അത് സ്വാധീനിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള വ്യാപാര ബന്ധമെന്ന് പറയുന്നത് ഏതാണ്ട് ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഏതാണ്ട് 10%. അപ്പം പോയ വർഷത്തെ കണക്കാണെങ്കിൽ നമ്മൾ $824 ബില്യൺ നമ്മുടെ മൊത്തം കയറ്റുമതിയെങ്കിൽ അതിൽ അമേരിക്കയുമായിട്ട് നമുക്ക് 87 ബില്യണാണുള്ളത്. നിലവിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ചുങ്കം 25% ചുങ്കവും 25% പിഴയായിട്ട്, അതായത് നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് എതിരായിട്ടുള്ള ചുങ്കം എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഈ 50% പിഴ ഈടാക്കുന്നത് നമ്മളുടെ കയറ്റുമതിയുടെ ഏതാണ്ട് 60%-ഓളം അത് ബാധിക്കും. പ്രധാനമായിട്ടും നമ്മളെ ബാധിക്കുന്നത് ടെക്സ്റ്റൈൽസ് മേഖല, അതുപോലെ രത്നങ്ങൾ, അതുപോലെ ജ്വല്ലറി തുടങ്ങിയിട്ടുള്ള മേഖലയാണ് കൂടുതൽ ബാധിക്കുന്നത്. അതിൽ മറ്റ് ഒഴിവാക്കിയ മേഖല എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽസും ഇലക്ട്രോണിക്സ് മേഖലയുമാണ്. അപ്പം ഇതിൽ ഒരു പ്രധാന കാര്യം നമ്മളെ പ്രധാനമായിട്ടും ബാധിക്കുന്നത് കൂടുതലും MSME ലെവൽ അല്ലെങ്കിൽ ഇടത്തരം ചെറുകിട മേഖലയിൽ പ്രവർത്തിക്കുന്ന മേഖല, അതായത് ഗാർമെൻറ്റ് ഫാക്ടറികളും അതുപോലെയുള്ള ഉൽപ്പന്നങ്ങളും, അതുപോലെ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണ്ട് 5 മില്യണോളം ആൾക്കാർ വർക്ക് ചെയ്യുന്ന മേഖലയാണ്. അതെല്ലാം ലെതർ ഉൽപ്പന്നങ്ങളെയും ബാധിക്കും. പക്ഷേ ഇതെല്ലാം അമേരിക്ക മാത്രമല്ല, നമ്മുടെ മാർക്കറ്റ് നോക്കണം. പക്ഷേ അമേരിക്ക ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തെ ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ അതിന് ഓൾട്ടർനേറ്റീവ്സ് ഒരുപാടുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റ് നമുക്ക് ലഭ്യമായത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേൾഡ് മാർക്കറ്റ് നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു പ്രധാനമായും നമ്മുടെ മുന്നിലുള്ളൊരു വഴി. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടനുമായി ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് സാമ്പത്തികമായി നമ്മൾ പുതിയ കരാറുകൾ വന്നിട്ടുണ്ട്. മറ്റ് പല ഗൾഫ് മേഖലയിൽ UAE പോലുള്ള രാജ്യങ്ങളുമായിട്ടും അതുപോലെ ആസിയാൻ രാജ്യങ്ങളുമായിട്ടും ഒക്കെ ഇന്ത്യക്ക് മോശമല്ലാത്ത ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് മാർക്കറ്റുണ്ട്, യാതൊരു സംശയമില്ല. താൽക്കാലികമായി നമ്മളെ ബാധിക്കുമെന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പൊതുവായ നമ്മുടെ ഒരു രാജ്യത്തിന് വലിയ ഷോക്കല്ല. പക്ഷേ ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് കരിനിഴൽ വീഴും എന്നുള്ളതാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങളാണ്. അതിൽ ട്രംപിൻ്റെ ഒരു നയമെന്ന് പറയുന്നത് ഏതെങ്കിലും നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം ഇന്ന രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യരുത് എന്ന് അദ്ദേഹത്തിന് കമാൻഡ് ചെയ്യാനുള്ള അവകാശമില്ല. മാത്രമല്ല, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഓയിൽ ഇറക്കുമതി നിർത്താൻ തീരുമാനിച്ചെന്ന് വെച്ചോളൂ, നാളെ ട്രംപ് പറയാണ് നിങ്ങൾ ഒരു തരത്തിലുമുള്ള ആയുധങ്ങൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യരുതെന്ന് പറയും, അല്ലെങ്കിൽ പുതിയ കണ്ടീഷൻസ് വയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം മാനിച്ചുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇന്ത്യ മാത്രമല്ലല്ലോ അവിടെ നിന്നും ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. അതെ, അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്ക് അത് ബാധകമാകണം. മറ്റൊന്ന് നമ്മളെ സംബന്ധിച്ചുള്ള അമേരിക്കയ്ക്ക് വേണ്ടത് നമ്മുടെ കാർഷിക മേഖല, അതുപോലെ ഡയറി സെക്ടർ, ഈ 2 മേഖലയിലും ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ട്രംപ് വന്ന തുടക്കം മുതലേ തന്നെ ട്രംപ് ഈ ഒരു നിർദ്ദേശം മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യ ഒരു നമുക്കറിയാലോ, നമ്മുടെ ഒരു കാർഷിക മേഖലയിൽ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്. കാർഷിക മേഖലയെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രധാനമന്ത്രി വളരെ അസന്നിഗ്ധമായിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് രാഷ്ട്രത്തോട് അദ്ദേഹം ചെങ്കോട്ടയിൽ നിന്ന് നടത്തിയ പ്രഭാഷണത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ത്യയിലെ കർഷകനെ സംരക്ഷിക്കുക നമ്മുടെ രാജ്യ താല്പര്യത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമാണ്. അതുപോലെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിപണി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉൽപ്പാദകരായി മാറിയതാണ് നമ്മൾ ഈ ക്ഷീരമേഖല. അപ്പോൾ അതിലും അമേരിക്കയ്ക്ക് കണ്ണുണ്ട്. അത് നമുക്ക് ഈ 2 മേഖലയും നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. നമ്മൾ സ്വതന്ത്രമായ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സ്വതന്ത്രമായ നിലപാടെടുത്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ ഒരു നിലപാടുകൾ. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ ബ്രിക്സിൽ SCO പോലെയുള്ള മേഖലയിൽ രാജ്യാന്തര തരത്തിലുള്ള മൾട്ടിനാഷണൽ ബോഡീസിൽ നമ്മൾ അമേരിക്കയ്ക്ക് ബദലായിട്ടുള്ള ഫോറങ്ങളിൽ വർക്ക് ചെയ്യുന്നു. ക്വാഡിൽ നമ്മൾ ഭാഗമാണ് അമേരിക്കയോടൊപ്പം ചേർന്നിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഭീകരവാദത്തിനെതിരായ മേഖലയിലാണെങ്കിലും ആണവ സഹകരണത്തിൻ്റെ കാര്യത്തിലും മറ്റ് തന്ത്രപ്രധാന മേഖലയിലുമൊക്കെ ഇന്ത്യ അമേരിക്ക സഹകരണമുണ്ട്. ഒരർത്ഥത്തിൽ നമ്മൾ 2 രാജ്യങ്ങൾ തമ്മിൽ വളരെയധികം സഹകരണം, വിവിധ മേഖലയിൽ ഡിഫൻസ് ഉൾപ്പെടെയുള്ള മേഖലയിൽ, ആണവ മേഖലയിലൊക്കെ സഹകരണമുള്ള 2 രാജ്യങ്ങളാണ്. പക്ഷേ ഇത് ട്രംപിനെ നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനെ താൽക്കാലികമായി ഇത് സ്വാധീനിക്കും. അത് നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയെ
പിടിച്ചു കുലുക്കുന്നതൊന്നുമല്ല ഇത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് നമ്മുടെ അമേരിക്കയിലുള്ള കയറ്റുമതിയുടെ ഒരു 60% ഇത് ബാധിക്കും. ഒരു 57-58 ബില്യൺ ഡോളർ ആയിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. ശരി.